നമ്മൾ പ്രതിപക്ഷ നേതാവിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, ഏതെങ്കിലും ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന്. അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ താങ്കൾ ഇങ്ങനെ വെറുതെ രസത്തിന് പറയുന്നു. മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾ അഴിമതി ആരോപണം ഉന്നയിച്ചതുപോലെ ഏത് അഴിമതി ആരോപണം നമ്മൾ തെളിയിക്കാൻ എല്ലാ ആരോപണങ്ങളും തെളിയിക്കും. ഒരെണ്ണം പറയുന്നു, എല്ലാ ആരോപണങ്ങളും ഒരെണ്ണം പറയുന്നു, ഒരഴിമതി ആരോപണം തെളിയിക്കാൻ കഴിയും. കൃത്യമായിട്ട് നമ്മൾ രസകരമായിട്ട് പറയാൻ ഞാൻ എൻ്റെ വീഡിയോയിൽ മുമ്പ് പറഞ്ഞു കഴിഞ്ഞു. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും ഒരു അഴിമതി ആരോപണം പോലും ഇല്ലാത്ത ഒരു ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നത്. ഇവിടെ രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു അഴിമതി ആരോപണം ഇല്ല എന്ന് മാത്രമല്ല, അതേസമയം പ്രതിപക്ഷ ആ ഒരു ഭാഗത്തിനോടാണ് എല്ലാ അഴിമതി ആരോപണവും. ഏറ്റവും ശക്തമായി നിൽക്കുന്നത് ആ ഒരു വയനാട്ടുകാർക്ക് വീട് കൊടുക്കാത്ത, പറമ്പ് വാങ്ങിച്ചിട്ടിട്ട് വീട് പണി നാളെ തുടങ്ങും, അല്ലെ ഞങ്ങൾ ഇന്നലെ തുടങ്ങി, 2 ദിവസം തുടങ്ങിയിരുന്നു, നിങ്ങളത് കണ്ടില്ലേ എന്ന് പറയുന്ന ഉടായ്പ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവർക്കെതിരെയാണ്, പ്രതിപക്ഷത്തിനെതിരെയാണ് എല്ലാ ആരോപണങ്ങളും വരുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഓരോ ഇലക്ഷൻ അടുക്കും തോറും പ്രതിപക്ഷമാണ് ഓരോ ആരോപണങ്ങൾ തീർച്ചയായിട്ടും ഭരണപക്ഷത്തിനെതിരെ പറയുക. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ആരോപണം പോലും ഭരണപക്ഷത്തിനെതിരെ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. സാധിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതെല്ലാം കോടതിയിൽ നിന്ന് നല്ല അടി വാങ്ങി പോരേണ്ടി വന്നു. അവസാനം കോടതി തന്നെ പറഞ്ഞത് ഗുഡ് ഗവേണൻസ് എന്നാണ്. ഏറ്റവും ഗംഭീരമായിട്ട് ഭരണം നടത്തപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, ഇനി ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ കുഴൽനാട നിനക്ക് 10 ലക്ഷം അടുത്ത് ഒരു പക്ഷേ ഫൈൻ കിട്ടി വരേണ്ട അവസ്ഥ വരും എന്നടക്കം പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഒരു കേസുമായിട്ട് മാത്യു കുഴൽനാടൻ അടക്കം കോടതിയിലേക്ക് പോവാതിരുന്നത് എന്ന് നമുക്കറിയാം. എന്തായാലും ഇദ്ദേഹം അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ അരുൺകുമാർ. കഴിഞ്ഞിട്ടില്ല പ്രതിപക്ഷത്തിന്. അതായത് ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ, ഏതെങ്കിലും ഒരു ഈ സർക്കാരിന്റെ അധികാരം കൈയാളുന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെതിരെ ഒരു അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ അല്ലെങ്കിൽ അത് തെളിയിക്കാൻ കഴിയാതെ പോയ 9 വർഷങ്ങൾ കൂടിയാണ് കടന്നു പോകുന്നത് എന്നുകൂടിയാണ് ഞാൻ പറഞ്ഞു നിർത്തുന്നത്. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഇങ്ങനത്തെ ഒരു അഴിമതി ആരോപണം വന്നപ്പോൾ പിണറായി വിജയൻ സാർ പറഞ്ഞതാണ് ഈ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല എന്നീ വാക്കുകൾ. അതൊരു സത്യസന്ധമായ വാക്ക് പോലെ അടിവാരിട്ട് പറയാമെന്നുള്ള. കാരണം ഈ 9 വർഷം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് ഒരു ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു തരിമ്പ് അഴിമതി ആരോപണം ഒരാൾക്കെതിരെയും ഈ പ്രതിപക്ഷത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായ കാര്യമാണ്. ഇതിനൊപ്പം തന്നെയാണ് ഈ ഒരു ഗവൺമെന്റ് എന്തോ പോരാ, 10 വർഷം ഭരിക്കുന്നു, ഇനി അങ്ങോട്ട് പോരാ, ഇനി വല്ലതിന് കാരണം പറയാനുണ്ടോ എന്നാ കാരണം ഇല്ല താനും എന്ന രീതിയിലാണ് കാര്യങ്ങൾ. എന്നാലും മാറണം, എന്തായാലും മാറ്റം വേണം, എന്നതിന്റെ കുറ്റം പറയാനുണ്ടോ ഇന്ന് കുറ്റം പറയാനില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ പോകുന്നത്. എന്നാൽ നമ്മുടെ മൗദൂദ് ചാനലടക്കമുള്ള അത്തരം ചാനലുകൾ എങ്ങനെയെങ്കിലും പിണറായി വിജയനെതിരെയുള്ള ഒരു പൊതുജന സംസാരം ഉണ്ടാക്കിയെടുക്കാൻ കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ആ കിണഞ്ഞ് ശ്രമിക്കുന്നതിന് ഗംഭീരമായിട്ട് ഒരു ഉമ്മച്ചി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഉത്തരം നൽകുന്നുണ്ട്. അതെങ്ങനെയാണ്? തുടർഭരണം വേണം. ഈ ഭരണത്തിന് എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ലല്ലോ, നല്ലല്ല. ഇവരില്ലെങ്കിൽ ഇനി വരുന്നതാരോ കോൺഗ്രസ്, അവർ തമ്മിലുള്ള അടി തീർത്തിട്ട് തന്നെ തീരുന്നില്ല. അപ്പൊ ഇതിങ്ങനെ പോയിക്കോട്ടെ, അതല്ല നല്ലത്. അപ്പം കമ്മ്യൂണിസ്റ്റിൽ അടിയില്ല, അടി പുറമേക്കില്ല, ഉള്ളിലുണ്ടാവായിരിക്കും. അതിപ്പോ ഏത് കുടുംബത്തിലില്ല അടി? ഏത് കുടുംബത്തിൽ അടിയില്ലാത്ത? എന്നാലും അവർ പുറത്തേക്ക് വരുന്നില്ലല്ലോ. അങ്ങനെ തുടർഭരണമാണെങ്കിൽ ആരായിരിക്കും നമ്മുടെ മുഖ്യമന്ത്രി? പിണറായി തന്നെ, വേറെ വരട്ടെ, മൂപ്പരെന്നെ വരട്ടെ. പിണറായി ഫാൻസ് ആണ്. അതെ, ഷുവറായിട്ടും. പിണറായി അല്ലാതെ മറ്റൊരു മുഖത്തിനെ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? ടീച്ചർ മുഖം കാണുന്നില്ല, പിണറായി ഓക്കെ. സ്ത്രീകൾ വേണ്ടേ? സ്ത്രീകളാണെങ്കിൽ നമ്മുടെ ആരോഗ്യമന്ത്രി ഇല്ലേ, വീണ ജോർജ്? അല്ല, ശൈലജ ടീച്ചർ. ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹം മുഴുവൻ പിണറായി വിജയനെ വെറുത്തിരിക്കുന്നുവെന്നും പിണറായി വിജയന് വോട്ട് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ചെറിയ അല്ലെങ്കിൽ ഉള്ള ഒരു തരം എന്താ പറയുക ഒരു തോന്നൽ ഉണ്ടാക്കിയെടുക്കുക, അത്തരത്തിലൊരു വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് ഈ മൗദൂദിയുടെ ഈ ഒരു ചാനൽ. പക്ഷെ ഇവരെ ശ്രമത്തിന് മുഴുവൻ ഒരു മുസ്ലിം കുടുംബം തന്നെയാണ് ശക്തമായിട്ട് എതിർക്കുന്നത്. ഈ ഭരണത്തിന് എന്താണ് കുഴപ്പം മോളെ എന്ന് അങ്ങോട്ടാ ചോദിക്കുന്നത്. എന്തായാലും ആ ഒരു ചോദ്യം ചോദിക്കുന്ന ആ ഒരു ആങ്കർക്ക് അതിനൊരു ഉത്തരം നൽകാനൊന്നും അവർക്ക് കഴിയുന്നില്ല. നീ പറ എന്ന് 2 ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ ആങ്കർ അവിടെ കിടന്ന് പെട്ടാനെ. പക്ഷെ ഉമ്മച്ച് പറയുന്നത് ഇവിടെ എന്താ കുഴപ്പം, കൃത്യമായിട്ട് ഭരണം മുന്നോട്ട് പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കൗണ്ടർ ചെയ്യാൻ വല്ല ആർഗ്യുമെന്റും ആ ചോദ്യം ചോദിക്കുന്ന ആൾക്കുണ്ടോ? അതില്ല. അവിടെ ഒരുപക്ഷെ ഏറ്റവും പുതിയ വോട്ടർ ആയിരിക്കണം അവരോടൊപ്പം നിൽക്കുന്ന അവരെ മകളടക്കം പറയുന്നത് ഞങ്ങളൊരു പിണറായി ഫാൻസ് ആണെന്നാണ്.
ഒക്കെ ആ ഒരു 19ഓളം വയസ്സിനോടടുത്ത ആ ഒരു മനുഷ്യന് ഏറ്റവും ചെറിയ ആളുകളടക്കം ഇനി പുതുതായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾക്കടക്കം ഒരു ബഹുമാനവും അതിനോടുള്ള ഫാൻസും ഉണ്ടാക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ്. നിലപാടുകളുണ്ട്, ആ നിലപാടുകളെല്ലാം നമ്മുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു തെളിയിക്കപ്പെട്ട നിലപാടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വയനാട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അതിൽ രാജൻ മിനിസ്റ്റർ ഒരു വണ്ടർഫുൾ മിനിസ്റ്ററാണ്, മനുഷ്യരുടെ കണ്ണീരൊപ്പി നടന്ന മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് വയനാട്ടിൽ നിന്ന് ആൾക്കാർ വന്നത്. അവർക്ക് അവിടെ കുത്തിരുന്നാൽ മതി, ഞാൻ അങ്ങനെ പറയുന്നത്. അവർക്ക് അങ്ങനെ ഒന്നിനു വേണ്ടി ഇറങ്ങേണ്ട ഒരു ആവശ്യമില്ല. വ്യക്തമായിട്ട് ഞങ്ങൾ രാഷ്ട്രീയം ഇതാണെന്നൊക്കെ പറയാൻ വേണ്ടി അവരെങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ തങ്ങൾക്ക് വീട് വെച്ച് തന്ന, തങ്ങളുടെ കണ്ണീരൊപ്പാൻ വേണ്ടി അഹോരാത്രം കൂട്ടുനിന്ന, ഞങ്ങളുടെ വിതുമ്പിനൊപ്പം വിതുമ്പി നിന്ന രാജ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കാണാൻ തൃശ്ശൂർക്ക് ഈ കൊടും ചൂടിൽ, ആ നല്ല തണുപ്പിൽ നിന്ന് ഈ കൊടും ചൂടിലേക്ക് എത്തിയതാണ് ആ ഒരു വയനാട് നിവാസികൾ, ചൂരൽമല നിവാസികൾ. അത് അവരുടെ ആ ഒരു വരവിനെ കുറിച്ച് പിന്നീട് ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. അതൊരു വല്ലാത്ത വികാരപരമായ പ്രശ്നം തന്നെയാണ്. അവർ വോട്ട് പിടിക്കാൻ വന്നതല്ല, അവർ വോട്ട് പിടിക്കാൻ വരട്ടെ എന്ന് നേരത്തെ ഞങ്ങളോട് ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ സേഫാണ്, ഇവിടെ ധാരാളം അവരെ പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഉള്ളൂക്കാരുണ്ട്, അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ അവരൊന്ന് കാണാൻ വരണം എന്ന് പറഞ്ഞ് ഇന്നലെ ഇവിടേക്ക് എത്തിയതാണ്. തെരഞ്ഞെടുപ്പിന്റെ പണം കെട്ടിവെക്കാനുള്ള പണം തരണം എന്ന് മുതലുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. തൽക്കാലം അത് വേണ്ടെന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടതാണ്. പക്ഷെ ഇന്നലെ അവർ വന്ന് ഞാൻ വികാരഭരിതനായി പോയി. കാരണം ജൂലൈ 30 ചൂരൽമലയിൽ ആ ദുരന്തം നടന്നത് മുതൽ ഒല്ലൂരിനെ പോലെ ഞാൻ പരിലാളിക്കുന്ന ഒരു പ്രദേശമാണത്. വ്യക്തിപരമായിട്ട് ചില ചുമതലകളുള്ളതുകൊണ്ട് അത് കൃത്യമായിരുന്നു. കാരണം അവിടെ വീട് കൊടുക്കുന്ന സമയത്ത്, ഉദ്ഘാടന സമയത്തിൽ നമുക്ക് ഇദ്ദേഹത്തെ കണ്ടത് ആളുകൾക്കിടയിലാണ്. ഈ ഒല്ലൂരിലെ ജനതയെ ഓരോ വീട്ടുകാരെയും പേരെടുത്ത് ഇദ്ദേഹം വിളിക്കുന്ന പോലെ തന്നെ ആ പുത്തൂരിലെ ആ ഒരു നിവാസികളെ മുഴുവനും ഇദ്ദേഹത്തിന് അറിയാം, പേരെടുത്തറിയാം. അതാണ് ഇദ്ദേഹത്തെ ഒരുപക്ഷെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇദ്ദേഹമൊക്കെ ജയിച്ചിട്ടില്ല എങ്കിൽ പിന്നെ ആ ഒരു ജനത കാണിക്കുന്ന നന്ദികേടൊന്നുമല്ല, ആ ജനതയ്ക്ക് സംഭവിക്കുന്ന മഹാ അപരാധവും മഹാ തെറ്റുമായിരിക്കും. പൊങ്ങലുകാർക്കൊക്കെ സംഭവിക്കുന്ന മഹാ തെറ്റായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നല്ല നമ്മുടെ ഗവൺമെന്റ് തന്നെ. പക്ഷെ അതിൽ ആ ഗവൺമെന്റിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു അടുപ്പുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അവരുടെ ഒരു കൂടപ്പുറപ്പ് മത്സരിക്കുമ്പോൾ വരണമെന്ന് പറയുന്നത് പോലെ വന്നതാണ്. അന്ന് കുറച്ച് നാളായി കണ്ടിട്ട്, ഇപ്പൊ മാർച്ച് 1 കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ചില സ്വകാര്യം പറഞ്ഞ കൂട്ടത്തിലുള്ള കൃത്യമാണല്ലേ, മാർച്ച് 1 കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നത്. എത്ര കൃത്യമാണ് അദ്ദേഹത്തിന് ഓരോ സമയവും ഓർമ്മയുള്ളൂ എന്നുള്ളതാണ്. മക്കളുടെ അടുത്തേക്ക് ഒരു വട്ടം കൂടി വരണം എന്ന് പറഞ്ഞിട്ട് എന്ത് മറുപടിയാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത്? ഉറപ്പായിട്ടും ആ ആർജവത്തോടു കൂടി തന്നെ തിരിച്ചു വരും. അത് തന്നെയായിരിക്കും ഒല്ലൂക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ആ 3 മക്കളും പുത്തുമലയിലെ ഗ്രൗണ്ടിൽ ഒരു കേന്ദ്രത്തിലാണ്. ഞാൻ കഴിഞ്ഞ തവണ 1ാം വാർഷികത്തിന് ജൂലൈ 30 അവിടെ പോയി. ഞാൻ അവരുടെ മുമ്പിൽ റീത്ത് വെച്ചപ്പോൾ പൊട്ടിക്കരഞ്ഞു. കാരണം ആ 3 കുഞ്ഞുങ്ങളെയും നഷ്ടപ്പെട്ടതിൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. വല്ലാത്ത ദുഃഖമായിരുന്നു. അവരുടെ ആവശ്യം ഇതായിരുന്നു. ജയിച്ചു കഴിഞ്ഞാൽ രാജൻ മിനിസ്റ്റർ അവിടേക്ക് വന്ന് ആ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്നിടത്തൊന്ന് പോകണം, ആ കുഞ്ഞുങ്ങളെ കാണാൻ വരണം ജയിച്ചിട്ട് എന്നാണ് ആ അമ്മ രാജൻ മിനിസ്റ്ററോട് പറഞ്ഞത്. ആ ഒരു ജയിച്ചിട്ട് എന്ന് പറയുന്ന ആ ഒരു വാക്കിനൊരു വലിയ ശക്തിയുണ്ട്. എന്താണ് ശക്തി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉല്ലൂർക്കാരോടുള്ളൊരു പ്രഖ്യാപനമാണ്. ഈ മനുഷ്യനെ ജയിപ്പിക്കേണ്ടത് ഒരാവശ്യമാണ്. അത് അവരമ്മയുടെ കൂടി ആവശ്യമാണ്. ആ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന 3 കുഞ്ഞുങ്ങളെ കൂടി ആവശ്യമാണ്.